ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് അതായത് കടച്ചക്ക മിക്കവാറും നമ്മൾ മസാലക്കറിയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇവിടുത്തെ എൻ്റെ രണ്ട് മക്കൾക്കും, അതായത് ISROയിലെ സയൻറ്റിസ്റ്റിനും ആമസോണിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കും രണ്ടു പേർക്കും ഇഷ്ടമുള്ളത് അത് ഒരു മെഴുക്കുവരട്ടി മാതിരി, അതൊരു മസാല തന്നെ, പക്ഷേ ഒഴിച്ചുകറിയല്ലാതെ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ സവോള, നിറയെ സവോള വേണം കേട്ടോ, നിറയെ സവോള കൊത്തി നുറുക്കിയത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം നല്ല വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ കടച്ചക്ക നീളനെ നമ്മൾ അവിയുന്ന കരിയില്ലേ അതുമാതിരി അരിഞ്ഞ് എടുത്ത്, അത് പെട്ടെന്ന് വേവും. നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന മാതിരി തന്നെ പെട്ടെന്ന് വേവും. നമ്മൾ കുക്കറിലിട്ടിട്ട് കടച്ചക്ക അങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് തന്നെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന മാതിരി തന്നെ എണ്ണയ്ക്കകത്ത് കിടന്ന് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ആ സവോളയൊക്കെ നല്ല മാതിരി അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിനകത്തൊക്കെ പിടിച്ചോളും. പിന്നെ അതിനകത്ത് വെന്ത് വരാറാകുമ്പോൾ പാകത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി, പിന്നെ ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ നേരിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി അരച്ചേർത്താൽ വളരെ നന്നായിരിക്കും. പിന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് നല്ലമാതിരി മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതൊക്കെ ടേസ്റ്റാണ്. എനിക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട് ചപ്പാത്തിക്കൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ ഒഴിച്ചുകറിയാണല്ലോ നല്ലത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇന്ന് വേറെ തന്നെയാണ്, ഈ കടച്ചക്കയുടെ മെഴുക്കുവരട്ടി മാതിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ സാധാരണ മെഴുക്കുവരട്ടി മാതിരിയുള്ള മസാലക്കൂട്ടിട്ടുള്ള ഒഴിച്ചുകറി അല്ലാത്ത മെഴുക്കുവരട്ടി മാതിരി ഉണ്ടാക്കിയ ഉഗ്രൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.